Our TV 24/7 presents Padam Namukku Padam in association with Dance and Beats. Main sponsor My Gold Wallet provided by Arakil Gold and Diamonds. Padam Namukku Padamile next performer ആണ് ഐഷ അനും. ഐഷ, വെൽക്കം ടു ദി സ്റ്റേജ്. ഹായ് ഐഷ. ഹായ്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖന്നെ. സാരിയൊക്കെ കൊടുത്തു, നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ടല്ലോ അല്ലേ? താങ്ക് യു. പാട്ടിലേക്ക് പോകാലോ നമുക്ക്? യെസ്. ഐഷ അനുമാണ് നെക്സ്റ്റ് പെർഫോമൻസുമായിട്ട് വരുന്നത്. അപ്പോൾ ഹരി സാർ. ഐഷ, ഹലോ. ഏതാണ് പാടാൻ പോകുന്ന പാട്ട്? ഞാൻ ജീവാംശമായി. ഓക്കെ, എന്തായാലും ഈ പാട്ട് എന്തായാലും നന്നായിട്ട് പാടാൻ ശ്രമിക്കൂ. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. ഓക്കെ. ഐഷ, ഇപ്പോൾ ജീവാംശമായി എന്നുള്ള പാട്ടല്ലേ പാടാൻ പോകുന്നത്? ഓക്കെ, എന്തായാലും ഈ പാട്ടിൻ്റെ എല്ലാവിധ ആശംസകളും. പിന്നെ അടിപൊളിയായിട്ട് പാടുക. താങ്ക് യു സർ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ജീവാംശമായി താനേ നീ എന്നിൽ കാലങ്ങൾ മുന്നേ വന്നു, ആത്മാവിനുള്ളിൽ ഈറൻ തൂമഞ്ഞായി തോരാതെ പെയ്തു നീ, പൂവാണി തേടി പറന്നു നടന്ന ശലഭമായി നിൻ കാൽപ്പാടു തേടി അലഞ്ഞു ഞാൻ, ആരാരും കാണാൻ മനസ്സിൻ ചിറകിൽ ഒളിച്ച മോഹം പൊൻപീലിയായി വളർന്നീതാ, മഴ പോലെ എന്നിൽ പൊഴിയുന്നു നേർത്ത വെയിലായി വന്നു മിഴിൽ തൊടുന്നു പതിവായി നിന്നനുരാഗം, ഒരു കാറ്റ് പോലെ പുണരുന്നു നെഞ്ചിൽ നിട പോലെ കൊഞ്ചി ഒഴുകുന്നിതെന്നു മഴകെ ഈ അനുരാഗം, മിന്നും കിനാവിൻ തിരിയായൻ മിഴിയിൽ ദിനം കാത്തുവെക്കാം അണയാതെ നിന്ന് ഞാൻ, ഇടനെഞ്ചിനുള്ളിലെ ചുടുശ്വാസമായി ഞാൻ ഇഴ ചേർത്തു വെച്ചിടാവിലോലമായി, ഓരോ രാവും പകലുകളായതാ, ഓരോ നോവും മധുരിതമായതാ, നിറമേഴിൻ ചിരിയോടെ ഒളിമായ മഴവില്ലായി ഇനി എൻ വാനിൽ തിളങ്ങി നീയേ, മഴ പോലെ എന്നിൽ പൊഴിയുന്നു നേർത്ത വെയിലായി വന്നു മിഴിയിൽ തൊടുന്നു പതിവായി നിന്നനുരാഗം, ഒരു കാറ്റ് പോലെ പുണരുന്നു നെഞ്ചിൽ നിട പോലെ കൊഞ്ചി ഒഴുകുന്നിതെന്നു മഴകെ ഈ അനുരാഗം. ഐഷ, ഈ പാട്ട് എങ്ങനെ പാടിയെന്ന് തോന്നി? ജീവാംശമായി കുഴപ്പമില്ലാണ്ട് പാടി. കുഴപ്പമില്ലാണ്ട് പാടി. ജഡ്ജസ് ഐഷയുടെ പാട്ടൊക്കെ കേട്ടു, കുഴപ്പമില്ലാണ്ട് നല്ല സുന്ദരി കുട്ടിയായിട്ട് വന്നിട്ട് സൂപ്പറായിട്ട് പാടി. ശ്രേയ ഘോഷാലിൻ്റെ പാട്ടാണ്. അപ്പോൾ ബാക്കി കമൻസൊക്കെ ഇനി ജഡ്ജസ് പറയും. ഓക്കെ ഐഷ. ലക്ഷ്മി മാം. ഐഷക്കുട്ടി, എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. നന്നായിട്ട് പാടാൻ പറ്റിയോ? അല്ല, ഹൈ നോട്ട്സ് ഒക്കെ വന്നപ്പോൾ ഒരു ടെൻഷൻ അടിച്ചിട്ടുണ്ടായിരുന്നു. ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ പറയേണ്ടത് ഐഷയുടെ ശബ്ദം നല്ല ശബ്ദമാണ്. ശരിക്കും ആ ഒരു ഫീലോടെയൊക്കെ പാടുമ്പോൾ നമുക്കിങ്ങനെ കേട്ടിരിക്കാൻ തോന്നും. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ മോൾക്ക് ബ്രീത്തിങ് കുറച്ച് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നല്ലേ? അപ്പോൾ അത് നമ്മുടെ ആ ഒരു അനുപല്ലവിയിലും ചരണത്തിലും കുറച്ചൊന്ന് എഫക്റ്റ് ചെയ്തു. പക്ഷേ അതല്ലാണ്ട് നോക്കുമ്പോൾ നന്നായിട്ട് പാടി. ഈ പറഞ്ഞ പോലെ ശബ്ദവും പിന്നെ കോൺഫിഡൻ്റ് ആയിട്ട് പാടുമ്പോൾ ഉണ്ടല്ലോ, അത് കേട്ടിരിക്കാനും കാണാനും ഒക്കെ ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ നല്ല മിടുക്കിയായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് എനർജറ്റിക് ആയിട്ട് പാടണം കേട്ടോ. ഓക്കെ മാം. ഐഷ, യെസ് സർ. എങ്ങനെയുണ്ടായിരുന്നു പാടിയത്? കുഴപ്പമില്ലായിരുന്നു. കുഴപ്പമില്ല അല്ലേ? നല്ല വോയിസ് ആണ് കേട്ടോ ഐഷ. താങ്ക് യു സർ. പിന്നെ അതിനുള്ള എഫേർട്ട് എടുത്തതിനൊക്കെ ഒരുപാട് അതിൻ്റെ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടുന്നുണ്ട്. സ്റ്റാർട്ടിങ് തൊട്ടേ കുറച്ചൊരു ചെറിയതായിട്ടൊരു നോട്ടുകളൊക്കെ ചെറുതായിട്ടൊരു ഇതുണ്ട്. പക്ഷെ കുഴപ്പമില്ല, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ എല്ലാവിധ ആശംസകളും. ഈ പാട്ട് സെലക്ട് ചെയ്തതിന് ഒരുപാട് താങ്ക്സ്. നല്ലൊരു സോങ്ങാണ്. നല്ല ഒരു മ്യൂസിക് ആയാലും പാടിയ ഒരു ടീമായാലും എല്ലാം
എല്ലാവിധ സൂപ്പറായിട്ടുള്ളൊരു സോങ്ങാണിത്. എല്ലാവിധ ആശംസകളും. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു. ഐഷ, യെസ് സർ. എന്താണ് ഈ പാട്ടിനെ കുറിച്ച് ഐഷയ്ക്ക് എന്താ പറയാനുള്ളത്? എനിക്ക് കുഴപ്പമില്ല, എനിക്ക് നല്ല കുഴപ്പമില്ല, പാടി. എനിക്കൊരു തോന്നിയ കാര്യം എന്താണ്, നല്ല ശബ്ദമാണ്. താങ്ക് യു സർ. രണ്ടാമത്തെ ഈ ബ്രീത്തിൻ്റെ കൺട്രോളിങ്, അത് നമ്മൾ ഇതില്ലാണ്ട് നമ്മൾ പാടും. ഫോർ എക്സാമ്പിൾ ഇല്ലേ, ഓരോരോ അക്ഷരങ്ങളും ഓരോരോ ബീറ്റിലാണ് പോകുന്നത്. ഓക്കെ, ജീവാംശമായി താനേ കാലങ്ങൾ. അപ്പോൾ എവിടെയാണ് നമ്മൾ ബ്രീത്ത് കട്ട് ചെയ്യുക, ബ്രീത്ത് എടുക്കുക, പാടേണ്ട സ്പേസുകളുണ്ട് ഓരോരോ പാട്ടുകൾ പാടുമ്പോഴും. അപ്പോൾ ഓരോ അഭാഗങ്ങളൊക്കെ അല്ലേ, അതുപോലെ അവിടെ നമ്മൾ ബ്രീത്ത് എടുക്കുക. അങ്ങനെ ഓരോരോ ഭാഗങ്ങളിലും അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം മുൻകൂട്ടി. അല്ലാണ്ട് നമ്മൾ ട്രാക്ക് കേട്ട് ലിറിക്സ് പഠിച്ച് അങ്ങനെ പാടില്ലല്ല. ഏത് പാട്ട് പാടുമ്പോഴും ബ്രീത്തിൻ്റെ കൺട്രോളുണ്ട്. പാട്ട് പഠിക്കുന്നുണ്ടോ മോള്? പഠിച്ചിരുന്നു. അതെ. അപ്പോൾ ഇനിയും നല്ലൊരു ടീച്ചറുടെ അടുത്ത് പോയി, സാറിൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോഴേ നമ്മൾ ഇങ്ങനത്തെ കുറേ ടെക്നിക്കൽ വശങ്ങളുണ്ട് പ്രൊഫഷണൽ സിംഗേഴ്സ് പാടും. പിന്നെ മോള് സ്റ്റേജിൽ എവിടെയെങ്കിലും പാടിയിട്ടുണ്ടോ മുന്നേ? സ്കൂളിൽ പാടാറുണ്ട്. സ്കൂളിൽ പാടാണ്ട് വേറെ സ്റ്റേജിൽ പാടലുണ്ടോ നിങ്ങളുടെ? അല്ലേ, ഒരു 5th പഠിക്കുമ്പോൾ, 4th പഠിക്കുമ്പോൾ ഞാൻ യൂത്ത് ഫെസ്റ്റ് പാടിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇത് നല്ല വോയിസ് ആണ്. അപ്പോൾ ഇനി ഇതുപോലുള്ള നല്ല നല്ല പാട്ടുകൾ നല്ല പ്രാക്ടീസ് ചെയ്യുക, പഠിക്കുക കേട്ടോ. ഇത് പറഞ്ഞാൽ നല്ല അത്രയും നന്നായി പാടുന്ന ആൾക്കാർക്ക് പാടുന്നൊരു പാട്ടാണ്. അതിൻ്റേതായിട്ടുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നില്ലേ പാടുമ്പോൾ, അതൊന്നും ഇനിയും പ്രാക്ടീസ് ചെയ്യുക, അതെല്ലാം മാറ്റിയെടുക്കുക. ഓക്കെ, നല്ലൊരു ശബ്ദം, ഒരു BMW കാറ് കയ്യിലുണ്ട് എന്ന് പറഞ്ഞാൽ നല്ലൊരു വോയിസ് കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ അത് ശബ്ദം എന്ന് അതിനടുത്ത് നന്നായി പ്രാക്ടീസ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. അപ്പം ഇപ്രാവശ്യം ആ ഒരു ബ്രീത്തിങ് ഇഷ്യൂ ഒക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ടീച്ചർ കുറച്ച് മാർക്ക് കുറച്ചിട്ടുണ്ട്. ഓക്കെ, കുഴപ്പമുണ്ടോ? ഇല്ല, കുഴപ്പമില്ല. കുഴപ്പമൊന്നുമില്ല. നെക്സ്റ്റ് ടൈം വന്നിട്ട് എന്ത് ചെയ്യണം? 50 ആക്കണം കേട്ടോ. അപ്പോൾ 42 മാം തരുന്ന മാർക്ക്. ഓക്കെ. എൻ്റെ ഭാഗത്തുള്ള മാർക്ക് ഐഷയ്ക്ക് 43 മാർക്കാണ് ഔട്ട് ഓഫ് 50. ഓക്കെ, താങ്ക് യു സർ. എൻ്റെ മാർക്ക് ഞാനൊരു 40 ഔട്ട് ഓഫ് 50. ഓക്കെ, താങ്ക് യു. ഹായ്, ഞാൻ ഐഷ. എൻ്റെ പാട്ടിൽ കുറച്ച് ബീറ്റ്സിനൊക്കെ കുറച്ച് ഇതുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഞാനതൊക്കെ നന്നായി പ്രാക്ടീസ് ചെയ്തിട്ട് അടുത്ത റൗണ്ടിൽ വരുന്നതായിരിക്കും. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. Co-sponsors Ambadi Restaurant, Binmosa Travels, Sweet Basket, Happy Baby Mobiles, Eversafe Group of Companies and Intellectual Education Center. Supporting sponsors Iris Imaging and Diagnostic Center, Alia Kids Entertainment Center, Defender Security Service, Sikine Innovation based on quality and NK Group.